അതെ, ആള് ഭയങ്കര സ്റ്റൈലാക്കിയിട്ട് എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ. ഈ ഒരു യാത്ര നമുക്ക് വളരെ സ്പെഷ്യലാണ് കേട്ടോ. പോകുന്ന വഴിക്കത് നമ്മുടെ കുട്ടിപ്പട്ടാളം അമ്മ ആൻഡ് എല്ലാവരും ഉണ്ട്. കാറിൽ എല്ലാവരും കൂടി കൊള്ളാത്തോണ്ട് ഞങ്ങൾ രണ്ടാളും സ്കൂട്ടിയിലാണ് കേട്ടോ പോയത്. 20 വർഷത്തിന് ശേഷം അനൂപേട്ടന്റെ സ്വന്തം അച്ഛന്റെ തറവാട്ടിൽ തെയ്യം കാണാൻ പോയതാണ്. ഓ പിന്നെ പറയുന്ന കേട്ടാ വിചാരിക്കും ഞാനും കുറെ തവണ പോയിട്ടുണ്ടെന്ന്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ അച്ഛന്റെ തറവാട്ടിൽ തെയ്യം കാണാൻ പോകുന്നത്. തെയ്യം കാണുന്നതിന് കൂടി ബാക്കി കലാപരിപാടികൾ നടന്നു. നമ്മൾ സദ്യയൊക്കെ കഴിച്ചേ. നാട് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഞങ്ങളെയും കൂട്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് അത് അച്ഛന്റെ ചങ്ങാതി മുമ്പിൽ ഈ തൂങ്ങി ആടുന്നത് കണ്ടോ. ഇവര് ചെറുപ്പത്തിൽ വെക്കേഷനിൽ വരുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ തൂങ്ങി ആടലുണ്ടായിരുന്നു പോലും. അന്നും ഇന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലെന്നാണ് അനുവേട്ടൻ പറഞ്ഞത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങളിതൊക്കെ കാണുന്നില്ലേ? ഞങ്ങൾ ഈ നടന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ചെറുപ്പത്തിൽ സ്കൂൾ പൂട്ടുന്ന സമയത്ത് ആ 2 മാസം മാത്രമാണ് അവർ ഈ നാട്ടിൽ ചെലവഴിക്കാറ്. അവര് ഈ നാട്ടിൽ ഓടിക്കളിച്ച് വളർന്ന സ്ഥലങ്ങളൊക്കെ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു. ചന്ദ്രഗിരി പുഴയുടെ ഒരു ഭാഗമാണ് ഇത്. നിങ്ങളെ ആരെങ്കിലും വീടിന്റെ സൈഡിലുണ്ടോ ഇതേപോലത്തെ പുഴ? എന്തായാലും നീലേശ്വരം നാട് അടിപൊളിയാണ്. നീലേശ്വരത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതിന്റെ കൂട്ടത്തിൽ കുറെ കഥകളും പറഞ്ഞു. ഇവിടെ ഒരു സ്പെഷ്യൽ തെയ്യമുണ്ട്. ഈ തെയ്യം കാണാൻ നമ്മൾ നിന്നതേ മൂവാളംകുഴി ചാമുണ്ടി. കെട്ടുന്ന ആൾക്കാരെ ഓടിച്ചിട്ടടിക്കും. അഴീക്കോട് നാട്ടിലുള്ള എല്ലാവരും നീലേശ്വരം പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ബന്ധുക്കളാ.